രാവിലെ തന്നെ എന്റെ ചങ്ങായി ജാബ് വിളിച്ചിട്ടുണ്ടെന്ന് കണ്ണൂർ എയർപോർട്ടിൽ പോകാണ്ട്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. അപ്പഴത്തേ ഞാൻ മാറ്റി ഇറങ്ങി കേട്ടാ. നമ്മുടെ ചങ്ങാനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കറക്റ്റ് ടൈമിന് അവൻ എത്തുകയും ചെയ്തു. അങ്ങനെ ഞാനും ജാബും കൂടെ പോയി കൊണ്ടാക്കാൻ പോകുന്നുണ്ട് വീട്ടിലേക്ക്. ചെക്കനാടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ വീട്ടിലെത്തി ബാഗെല്ലാം എടുത്ത് വണ്ടിയിലിട്ട് കുറച്ച് ലേറ്റ് ആയി പോയിട്ടാ ഇറങ്ങുമ്പോൾ. നമ്മൾ നേരെ വിട്ടിട്ടാ. അവന്റെ ഫ്ലൈറ്റ് 3 മണിക്കാണേ. നമ്മൾ ഇറങ്ങുമ്പോൾ 11 മണി കഴിഞ്ഞു. അങ്ങനെ നേരെ നമ്മൾ വിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയിട്ടാ. അടുത്ത് കയറിയപ്പോൾ നല്ല ഗ്രേപ്പ് ജ്യൂസ് എല്ലാം കുടിച്ച് ഒന്ന് റിഫ്രഷ് ആയി. അങ്ങനെ അവിടുന്ന് പിന്നെ നേരെ എയർപോർട്ടിലേക്ക്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടാ. കണ്ണൂർ എയർപോർട്ടിനെ കോഴിക്കോട് എയർപോർട്ട് പോലെ നല്ല വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പതിപോലെ തന്നെ ഓനാട് ഇറക്കി 2 ഫോട്ടോയിൽ എടുത്ത് കൈയെല്ലാം കൊടുത്ത് യാത്ര പറഞ്ഞ് ഓൻ പോയി കേട്ടാ. നമ്മൾ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക്. പിന്നെ നമ്മൾ കൊയിലാണ്ട് എത്തുന്നപ്പോഴത്തേക്ക് ചോറിന് സമയം കേട്ടാ. പിന്നെ ചോറ് വേണ്ടാന്നുള്ള പ്ലാനാക്കി നമ്മൾ പിന്നെ ജ്യൂസ് കുടിക്കാന്ന് വെച്ച്. അങ്ങനെ നമ്മൾ പോയത് നേരെ നമ്മൾ കൊയിലാണ്ടി ആനക്കുളം ഇളനീർ ജ്യൂസ് കിട്ടുന്ന സ്ഥലത്താട്ടാ. അടുത്ത ജ്യൂസിനെ പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അവിടെ നല്ലൊരു കട്ട്ലേറ്റും ഇളനീർ ജ്യൂസും കുടിച്ച് റാത്തായി അവിടുന്ന് വിട്ടു. അവിടുന്ന് തന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് കേട്ടോ പോയത്. ജാബനാട് ഇറക്കി തന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും അഫ്രീം കൂടെ പ്ലാൻ ചെയ്തിട്ടാ ജെക്ക് ഒരു സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാന്നുള്ളതിൽ. അപ്പോൾ അഫ്രീം പറഞ്ഞ് ഡയറി മിൽക്ക് മതി, ഡയറി മിൽക്കാണ് ഓക്കെ ഏറ്റവും ഇഷ്ടം. അപ്പോൾ പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. അങ്ങനെ നമ്മൾ കാറിലിരിക്കുമ്പോൾ ഞാൻ അഫ്രീനെ ഏൽപ്പിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട്. സർപ്രൈസ് ഗിഫ്റ്റ് ഒരു ചെറിയൊരു സാധനമാണെങ്കിലും മറ്റുള്ളവർക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെ. ഹാപ്പി വാലന്റൈൻസ് ഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം ഇൻഷാ അല്ലാഹ്.